ആലപ്പുഴ ജില്ലയിൽ ഇടതുപക്ഷത്തിന് തകർപ്പൻ ജയം. 9-ൽ 8 സീറ്റും സ്വന്തമാക്കിയതിനു പുറമെ കൂറ്റൻ ഭൂരിപക്ഷവും നേടിക്കൊണ്ടാണ് ഇടതു സ്ഥാനാർത്ഥികൾ ആലപ്പുഴയിൽ ചെങ്കൊടി ഉയർത്തിയിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ആദ്യഘട്ടം മുതൽ നിലനിർത്തിയിരുന്ന ആവേശം ഫലപ്രഖ്യാപനത്തിലും തുടർന്നുകൊണ്ടാണ് ഇടതു സാരഥികൾ ആലപ്പുഴയിൽ വിജയം കൊയ്തിരിക്കുന്നത്. കഴിഞ്ഞ തവണ ഉണ്ടായിരുന്ന 7 സീറ്റുകൾക്കൊപ്പം ഒരെണ്ണം കൂടി കൂട്ടിച്ചേർത്തുകൊണ്ടാണ് LDF ആലപ്പുഴയെ കീഴടക്കിയത്. അരൂർ, ആലപ്പുഴ, ചേർത്തല, അമ്പലപ്പുഴ, മാവേലിക്കര, കായംകുളം, കുട്ടനാട് എന്നിവയ്ക്ക് പുറമെ ചെങ്ങന്നൂർ മണ്ഡലവും LDF ചെങ്കൊടിക്ക് കീഴിലാക്കി. 1/4 നൂറ്റാണ്ടിൻ്റെ ഇടവേളയ്ക്ക് ശേഷമാണ് ചെങ്ങന്നൂർ ഇടതു ചേരിയിലാകുന്നത്. കഴിഞ്ഞ 10 വർഷമായി MLA ആയിരിക്കുന്ന PC വിഷ്ണുനാഥിനെ CPMന്റെ KK രാമചന്ദ്രൻ നായർ പരാജയപ്പെടുത്തിയതോടെയാണ് ചെങ്ങന്നൂർ ഇടതുപക്ഷത്തിന് ഒപ്പമായത്. ഓരോ സ്ഥാനാർത്ഥിയും സ്വന്തമാക്കിയ ഭൂരിപക്ഷമാണ് ആലപ്പുഴയിലെ ഇടതു വിജയത്തിന് തിളക്കം കൂട്ടുന്ന മറ്റൊരു ഘടകം. അരൂർ MLA AM ആരിഫ് ജില്ലയിലെ ഭൂരിപക്ഷത്തിൻ്റെ കാര്യത്തിൽ ഒന്നാമനായി. 16,852 എന്ന കഴിഞ്ഞ തവണത്തെ ഭൂരിപക്ഷം 38,519 ഉയർത്തിക്കൊണ്ടാണ് ആരിഫ് ഭൂരിപക്ഷത്തിൻ്റെ കാര്യത്തിൽ ജില്ലയിൽ ഒന്നാമനായത്. കേരളത്തിലൊട്ടാകെ LDFന് അനുകൂലമായി ഉണ്ടായ ഒരു തരംഗത്തിൻ്റെ ഭാഗമായിട്ട് കൂടിയാണ് ഈ വലിയ വിജയം നേടാൻ കഴിഞ്ഞത്. പിന്നെ കഴിഞ്ഞ 10 വർഷക്കാലം ഞാൻ ആ മണ്ഡലത്തിലെ ജനങ്ങളുമായി അടുത്തിടപഴകിയുണ്ടായ ബന്ധവും കൂടി ചേരുമ്പോൾ LDF വോട്ടും വ്യക്തിപരമായി എന്നോടുള്ള സ്നേഹവും കൂടി പ്രതിഫലിച്ചുകൊണ്ടാണ് ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന റെക്കോർഡ് ഭൂരിപക്ഷം നൽകി ജനങ്ങൾ ജയിപ്പിച്ചിരിക്കുന്നത്. അമ്പലപ്പുഴയിൽ G സുധാകരന് 22,621 വോട്ടിൻ്റെ ഭൂരിപക്ഷവും മാവേലിക്കരയിൽ R രാജേഷിന് 31,542 വോട്ടിൻ്റെ ഭൂരിപക്ഷവുമുണ്ട്. കഴിഞ്ഞ തവണ 16,342 വോട്ടിൻ്റെ ഭൂരിപക്ഷമുണ്ടായിരുന്ന ഡോക്ടർ TM തോമസ് ഐസക് ഇക്കുറി 31,032 വോട്ടിൻ്റെ ഭൂരിപക്ഷം സ്വന്തമാക്കി. LDF പറഞ്ഞതുപോലുള്ളൊരു വിജയം തന്നെ ഞങ്ങൾ പറഞ്ഞ എണ്ണത്തിലേക്ക് വന്നിട്ടുണ്ട്. എൻ്റെ രാഷ്ട്രീയമായിട്ടുള്ള പ്രാധാന്യം ഈ ഹിന്ദു വർഗീയ ശക്തികൾക്ക് കേരളത്തിൽ വേരുറപ്പിക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. രാജഗോപാലിൻ്റെ വിജയമല്ല പ്രശ്നം. കേരളത്തിൽ BJDS പോലുള്ള ജാതി സംഘടനകളെ പിടിച്ചുകൊണ്ട് തങ്ങൾക്ക് വളരാൻ പറ്റും എന്നുള്ള ആശയമാണ് ഉണ്ടായിരുന്നത്. 2, LDF ഇത്തവണ തോൽക്കുകയാണെങ്കിൽ അത് തങ്ങൾക്ക് ഒരു ഇടം നൽകും എന്നുള്ള പ്രതീക്ഷയാണ് ഉണ്ടായത്. രണ്ടും അസ്ഥാനത്താണെന്ന് തെളിഞ്ഞിരിക്കുകയാണ്. ഒന്ന്, LDF മികച്ച വിജയം കൈവരിച്ചു. 2, BJDSൻ്റെ ഗതി SRP ഒക്കെ കഷ്ടമായിരിക്കും. അവർക്കൊരു ടേമെങ്കിലും ഒരു MLA മന്ത്രി ഉണ്ടായിരുന്നു. അതിൻ്റെ കഥ ഇതോടുകൂടി തീരുകയാണ്. 4,891 വോട്ടിൻ്റെ ഭൂരിപക്ഷവുമായി കുട്ടനാട്ടിൽ തോമസ് ചാണ്ടി ഹാട്രിക് വിജയം സ്വന്തമാക്കി. നിഷ്പക്ഷ ജനതയുടെ വോട്ടാണ് കുട്ടനാട്ടിലെ തൻ്റെ വിജയത്തിന് ആധാരമെന്ന് തോമസ് ചാണ്ടി പ്രതികരിച്ചു. കുട്ടനാട്ടിൽ ഒരു മന്ത്രി ഉണ്ടാകുന്ന കാര്യം തള്ളിക്കളയാനാവില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. LDF മിഷനറി എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിച്ചു. നമ്പർ 1. 2, 33,000 വോട്ട് അപ്രതീക്ഷിതമായി. അതിൽ മജോറിറ്റി വോട്ടും കഴിഞ്ഞ വർഷം എനിക്ക് കിട്ടിയതാണ്. കഴിഞ്ഞ ഇലക്ഷനിൽ ആ വോട്ട് മാറിപ്പോയിട്ടും നിഷ്പക്ഷമതികളായ കുട്ടനാട്ടിലെ ജനങ്ങൾ ഇളകി വോട്ട് ചെയ്തു. കാരണം 2,000 കോടിയുടെ കുട്ടനാട് പാക്കേജ് UDF ഗവൺമെൻറ് തകർത്ത് കളഞ്ഞു. വലിയൊരു കുടിവെള്ള പദ്ധതി ഏതാണ്ട് പൂർത്തിയായിട്ടും കുട്ടനാട്ടിലെ ജനങ്ങൾക്ക് വെള്ളം കിട്ടിയിട്ടില്ല. ഇതെല്ലാം ചെയ്യാൻ തോമസ് ചാണ്ടി പ്രാപ്തനാണ്. കഴിഞ്ഞ 2 പ്രാവശ്യവും ഞാൻ ഭരണത്തിലല്ലായിരുന്നു. അതിൻ്റേതായ പ്രയാസങ്ങൾ ഞാൻ നേരിട്ടു. ഇപ്പോൾ ഭരണത്തിലാണ്. കുട്ടനാടിൻ്റെ ശാപമോക്ഷം ആരംഭിക്കുന്ന മാസമാണ് 2016 മെയ് മാസം എന്ന് ഞാൻ ഉറക്കെ പ്രഖ്യാപിക്കുന്നു. കായംകുളത്ത് കന്യാംഗക്കാരി പ്രതിഭാഹരി 11,857 വോട്ടിൻ്റെ ഭൂരിപക്ഷവുമായി LDFൻ്റെ അഭിമാന താരമായി. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല 18,621 വോട്ടിൻ്റെ ഭൂരിപക്ഷവുമായി നേടിയ വിജയം മാത്രമാണ് ആലപ്പുഴ ജില്ലയിൽ UDF കേന്ദ്രങ്ങൾക്ക് ഏക ആശ്വാസം നേടിക്കൊടുത്തിരിക്കുന്നത്. ഇടതുവലത് ശക്തികൾക്ക് വെല്ലുവിളി ഉയർത്തി പോരാട്ടത്തിനിറങ്ങിയ BJP BDJS സഖ്യം ഉൾപ്പെടുന്ന NDA മുന്നണിക്ക് ആലപ്പുഴയിൽ കാര്യമായ ചലനങ്ങൾ സൃഷ്ടിക്കാനായില്ല. ഏതായാലും വോട്ടർമാർക്ക് നന്ദി പറഞ്ഞ് മണ്ഡലങ്ങളിൽ സജീവമായിരിക്കുന്ന വിജയികൾ തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങൾ പാലിക്കാനുള്ള തയ്യാറെടുപ്പുകളും നടത്തിവരികയാണ്. അഴിമതിക്കെതിരായിട്ടുള്ള ജനങ്ങളുടെ വിധിയെഴുത്താണിത്. മതസാമുദായിക ശക്തികളുടെ ധ്രുവീകരണത്തിനെതിരായിട്ടുള്ള വളരെ ശക്തമായ നിലപാടാണ്. കഴിഞ്ഞ 5 വർഷക്കാലം കേരളം ഭരിച്ചു മുടിച്ച ഉമ്മൻചാണ്ടി സർക്കാരിനെതിരായിട്ടുള്ള ജനങ്ങളുടെ പ്രതിഷേധത്തിൻ്റെ ഏറ്റവും ഉയർന്ന ഒരു രൂപമാണ് ഇവിടെ നാം കണ്ടത്. ജനങ്ങൾ സ്വീകരിച്ചത് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളെയാണ്, പുരോഗമന പ്രസ്ഥാനങ്ങളെയാണ്.
അവർക്കാണ് ഈ നാടിനെ മാറ്റാൻ കഴിയുന്നതെന്നും അവർക്കാണ് ജനങ്ങളുടെ അടിസ്ഥാന പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കാൻ കഴിയും എന്നും ബോധ്യപ്പെട്ടതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലം.